ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഹ്യുണ്ടായിൻ്റെ 2 i20 ആണ്. രണ്ട് വണ്ടിയും വൈറ്റ് കളറിലാണ്, ഫുൾ ഓപ്ഷനാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടികളാണ്. ഒരു വണ്ടി ഡീസലാണെങ്കിൽ ഒന്ന് പെട്രോളാണ്. ഡീസലാണെങ്കിൽ ഏകദേശം 20-22 കിലോമീറ്റർ വരെയും, പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ 14-15 വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. അതിൻ്റെ വരുന്ന ഡീസലാണ് 4,40,000 രൂപ കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്ന പെട്രോളാണ് 4,35,000 രൂപക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വണ്ടി നമ്മളെ അവൈലബിൾ ആണ്. ഡീസലും പെട്രോളും ഉണ്ട്. ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ ഡീസലാണ്. നിലവിൽ 2015 മോഡൽ. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 1,22,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷനാണ്. ആസ്റ്റ. അത്യാവശ്യം നല്ല വൃത്തി തന്നെ വണ്ടി ഉള്ളത്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. KL 29 കായംകുളമാണ് രജിസ്ട്രേഷൻ വരുന്നത് വണ്ടീൻ്റെ. ടയർ ബാഗ് നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടയർ ഉണ്ട്. പിന്നെ വണ്ടി ഡിക്കി സ്പേസ് ആണ്. ഹാഷ് ബാക്ക് വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല സീറ്റ് കവർ ഉണ്ട് വണ്ടിക്ക്. ഇൻറ്റീരിയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയുണ്ട്. പിന്നെ ആസ്റ്റ് ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. ഫോർഡർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പിന്നെ ഓട്ടോ ക്ലൈമറ്റ്, AC, ബാക്ക് വൈപ്പർ, അലോയ് വീല്, എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. എയർ ബാഗ്, ABS. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,40,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 390 വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഡീസൽ വാഹനം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനമാണ്. എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിലേ വേറെ വണ്ടിക്ക് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അടുത്ത വണ്ടി വരുന്നത് പെട്രോളാണ്. 2015 മോഡൽ വരുന്നത്. സെയിം ഫീച്ചേഴ്സ് വരുന്ന വണ്ടി തന്നെ. ആസ്റ്റയാണ്. അത്യാവശ്യം ഡീസലിനെ അപേക്ഷിച്ച് ഒന്നുകൂടി വൃത്തി വണ്ടിക്കുണ്ട്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ആസ്റ്റനെയാണ് ഓപ്ഷൻ വരുന്നത്. KL 7 എറണാകുളമാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇൻറ്റീരിയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ ഉണ്ട് വണ്ടിക്ക്. പിന്നെ ആസ്റ്റ് ആയതുകൊണ്ടാണ് സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഫോർഡർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, അലോയിൽ എല്ലാ ഫീച്ചേഴ്സും വരും. സെയിം ഫീച്ചറിന്. പെട്രോളും ഡീസലും തമ്മിലുള്ളൊരു മാറ്റമേ ഉള്ളൂ. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 90% ടയറുണ്ട്. പിന്നെ ഡീസലിനെ പോലെ കുറച്ച് ഫങ്ഷൻസ് കുറവായതുകൊണ്ട് സ്പേസ് ഉണ്ടാവും ബോണ്ടിനുള്ളിലൊക്കെ. വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,30,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 380 അളവിലൊക്കെ ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വാഹനം നിലവിൽ നമ്മളെ അവൈലബിൾ ആണ്. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്. പിന്നെ ഡീസലും പെട്രോളും തമ്മിലുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഡീസലാകുമ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടും. അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മെയിൻ്റെനൻസുകൾ നമ്മൾ കാണേണ്ടി വരും. പെട്രോളാകുമ്പോൾ മൈലേജ് ലേശം കുറഞ്ഞാലും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വരില്ല.